ശിവൻകുട്ടി എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല? ഈശ്വര, ഇനി മരിച്ചാലും വേണ്ടില്ല. ഉത്തരത്തമ്പുരാട്ടിയുടെ നാവുകൊണ്ട് ശിവൻകുട്ടി എന്നൊന്ന് വിളിച്ചു കേട്ടല്ലോ. മറ്റേത് ശിവൻകുട്ടി സാറേ സാറേ. വിളിക്കുന്ന ആളിന് സാറല്ലാന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്ന് മുതലാ അനുഭൂതി തഴുകിയ ആ പാതിരാമഴയ്ക്ക് ശേഷം വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. സുഭഗമായ സൗന്ദര്യവും വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു. പുരിക കുടികൾക്കിടയിൽ ഒരു നുള്ള കുങ്കുമത്തിന്റെ കുറവ്. ശിവൻകുട്ടി, അറിയാം, വിധവയാണ്, ഒട്ടു തൊടാൻ പാടില്ല. ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നത്. നിർഭാഗ്യം കൊണ്ട് ഒരിക്കൽ മാഞ്ഞ ഈ നെറ്റിയിലെ സിന്ദൂരം ഇനി ഈ ജന്മം തൊടില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞ തെറ്റിക്കാൻ ജന്മം എടുത്ത ഒരവതാരമാണ് ഞാനെന്ന് കരുതിക്കോളൂ. എന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കേ, ഞാനാ ക്ലാസ്സിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. എന്റെ അടുത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒരു പൊട്ടുപാടാൻ? എന്ത് ശേലെന്നറിയോ ഇപ്പൊ ഏടത്തിനെ കാണാൻ? ഞാൻ തൊട്ടതല്ല, ആ രാധയുടെ ഓരോ വഷളത്തരങ്ങള്. അതിന് രാധടുത്ത് കാലത്തെ പോയല്ലോ. അത് നീ കാണഞ്ഞിട്ടാ. സാറിന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല. അത് രാധയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞങ്ങൾ തങ്ങളിലൊരു പന്തയം ഉണ്ടായിരുന്നു. ഞാൻ തോറ്റ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സാറ് തോക്കില്ല. തോക്കണത് ഈ മനയിലെ ഗതിയില്ലാത്ത പെൺകുട്ടികളാവും. ഗിരിജേ, സാറിനറിയാമോ, പണ്ട് ഇതേ മുറിയിൽ വെച്ച് ഒരു അടിച്ചു തളിക്കാരി സ്ത്രീക്ക് ഇവിടെ പാർക്കാവെന്ന് സാറ് കൊടുത്ത സമ്മാനം ഞാൻ. എന്റെ അടുത്ത് പാവ ഒത്തിരി കണ്ണീര് കുടിച്ചതാ. ഇനി വേദനിപ്പിക്കരുത്. നക്കി തിന്നോന്ന് പറയാൻ അവിടെ ഞാൻ ഇരുന്നോട്ടെ. നീ വന്നേ, ഒന്ന് അകത്തോട്ട് വാടി. വന്നെ എനിക്കെന്തോ തങ്കപ്പട്ടിനെ ഓർത്ത് പാവം തോന്നുക. തോന്നണം, പാവ വട്ടായി പോയില്ലേ? എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം? എന്താ തങ്കപ്പ ഇത്? ശങ്കരേട്ടാ, തങ്കപ്പ, ശങ്കരേട്ടാ, ഞാൻ എന്നെ കേറിപ്പോടി, മക്കളെ കൊണ്ടകത്ത് പോവും. തങ്കപ്പ, ഓട്ടടാ, വാ കടയിലേക്ക് പോ. ഇത്തവണ സാറ് പറഞ്ഞ പോലെ അരമനെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകും. ബിഷപ്പിന്റെ സഹായത്തോടെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അയ്യോ സാർ, ഇപ്പൊ തന്നെ ഇരിക്കട്ടോ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ചെല്. ടോമി എങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? നാട്ടിലേക്കാ. അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ. എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള 4ാമത്തെ യാത്രയായത്. ഓ,
അപ്പൊ യാത്ര അയക്കാൻ വന്നാണല്ലേ? ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളും എനിക്ക് കൂട്ടുപോകുന്നത്. ഇത്തവണ എന്തായാലും അവരെ കണ്ടെത്തും. ശരി വരട്ടെ. ആ വാ. ആ രാധ എന്താ ഈ വഴിക്കൊക്കെ? ഇന്ന് തിരുവാതിരയല്ലേ, ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ. അതിന് ഞാൻ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് പറയാറുന്നില്ലേ? അപ്പൊ അത് ഔപചാരികമാവില്ലല്ലോ. ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പാട്ടൂർ മുറ്റത്ത് എന്താ നടക്കണമെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ ശിവേട്ടന്റെ ഒരു വർത്തമാനം. നറുമാംഗല്യത്തിനും ദീർഘസുമംഗലി ഭാഗ്യത്തിനും വേണ്ടി നോമ്പ് നോക്കുന്ന പെൺകുട്ടികളുടെ തിരുവാതിരക്കളി. ആ അപ്പൊ അതിന്റെ മുൻനിരയിൽ തന്നെ രാധയും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ വിത്തും നെല്ലും വളവും എടുത്തു മാറ്റി ആപ്പീസി സ്ഥലം ഉണ്ടാക്കിയത് ഇതിനായിരുന്നല്ലേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ ഈ നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണം. ഇവിടെ ഇരിക്കും രണ്ടാളും. ശിവേട്ട, അവരെന്താ പറയണേ? ഏയ് ഒന്നുമില്ല, കുട്ടി വിഷമിക്കണ്ട. കഥ തുറക്കാൻ, കഥ തുറക്കാനാ പറഞ്ഞത്. എന്റെ തോമാച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. പറഞ്ഞാ എന്താ കള്ളന്മാര് വല്ലതും കയറിയുണ്ടോ അകത്ത്? അതെ, കള്ളം തന്നെ. കാലം കുറെ ഈ കളവ് തുടങ്ങിയിട്ട്. ഇതെങ്ങനെയാണ് കള്ളത്തിലാവുന്നത്? രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമാകുമ്പോഴേ നിങ്ങൾ കാര്യം പറഞ്ഞുതരാം. അവരോടൊന്ന് വന്നോട്ടെ. മാറിക്കിടന്നു. എന്താ ഉണ്ടായേ? അതെ, നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത്. സംഭവം പറയണോ? നാട് നന്നാക്കണം പറഞ്ഞ ഒരു വരുത്തനെ എല്ലാവരും കൂടെ തലയെ കയറ്റിക്കൊണ്ട് നടക്കല്ലേ? ആ മാന്യന്റെ നാട് നന്നാക്കലേ ഇതിനകത്ത് നടന്നോണ്ടിരിക്കുക. വാ കാണിച്ചു തരാം. നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ലടാ. ഒന്നോർത്തോ, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല. തമ്പുരാട്ടി ഇവിടെ. എന്താ സാർ ഉണ്ടായത്? ഞാൻ എന്റെ മുറിയിലിരുന്ന് ഈ കുട്ടിയായിട്ട് വർത്താനം പറയായിരുന്നു. ഈ പന്നമാര് പുറത്തുനിന്ന് വാതിലടച്ച് കുറ്റിയിട്ട് കളഞ്ഞു. വർത്തമാനം പറഞ്ഞോ? ചുമ്മാ വർത്തമാനം പറഞ്ഞ അകത്തിട്ട് പൂട്ടാൻ ഞങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെ ഇവൻ പഞ്ചാര നിനക്ക് കാണിക്കാം. ഞങ്ങൾക്ക് പറയാനാ വയ്യാത്തല്ല. എന്തായി ചെയ്യുന്നേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുക. ഇനി അഥവാ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നാറ്റിക്കുക ചെയ്യാ. ന്യായം പറയാൻ താനാരാ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ? ഇവിടത്തെ കളക്ടറോ? നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഇല്ലെങ്കിൽ പറ, കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്താ കാര്യം? എന്നാലേ ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല. എന്താ കല്യാണം കഴിക്കാനും പോവാ? എതിർപ്പുള്ളവർ വഴിയിടാ. പൊറുതി മുട്ടി ഇപ്പൊ അപ്പുക്കുണ്ടായാലും മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങി. അതെ, അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അതിനിപ്പോ എന്ത് വേണം? രാധ തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാറ് കല്യാണം കഴിക്കാൻ പോവാ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരെതിർക്കാൻ? അപ്പൊ ശിവൻകുട്ടി എന്തു പറഞ്ഞു? എന്തു പറയാൻ? മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുക്കുട്ടനാര് വിളിച്ചു പറഞ്ഞത്. ദോഷം പറയരുതല്ലോ. സാറിന്റെ ആദത്തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച. എന്താ കുട്ടിയത്? നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാധ തിരുവാതിരകളിയുടെ ഒരുക്കത്തിലാ. കാത്തുനിന്ന് കാണാഞ്ഞാ ഞാൻ കൊണ്ടുവന്നത്. ഇഷ്ടായില്ലാന്നുണ്ടോ? മുന വെച്ചുള്ള ഈ സംസാരത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പക്കുട്ടൻ അയാളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട. വെറുതെ ആണെന്ന് അറിയാമെങ്കിലും കേട്ടപ്പോ നേരിൽ ചോദിച്ച് സത്യം അറിയാന്ന് വെച്ചു. സത്യം അറിഞ്ഞില്ലേ? ഇനി സ്വസ്ഥമായിട്ട് ഇറങ്ങാലോ. ഉറക്കത്തിന്റെ സ്വസ്ഥത പോയിട്ടിപ്പോ മാസം 2 തികയുന്നു. എന്തേ? ഇന്നലെ കുളക്കടവിൽ വെച്ച് തലചുറ്റി വീഴാൻ ഭാവിച്ചു. തുണയ്ക്ക് വന്ന് ഗിരിച്ച് ചോദിച്ചപ്പോ ഊണ് കഴിക്കാത്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞു. കുട്ടി അത് വിശ്വസിച്ചിരിക്കുക. ഇങ്ങനെ എത്ര കാലം മറച്ചു വെക്കാനാ?
ശിവൻ സാറിനോട് പറഞ്ഞതൊക്കെ സത്യ? സത്യം. തിരുവാതിര പ്രമാണിച്ച് നാളെ കൂടെ ലീവ് എടുക്കാന്ന് തീരുമാനിച്ചു. കൂവപ്പായസം കൂട്ടി ഒരു ഊണ് കിട്ടണതല്ലേ. പക്ഷെ ഉത്തര തമ്പുരാട്ടി ഒരു വാക്ക് എനിക്ക് തരണം. തിരുവാതിരയ്ക്ക് ഗിരിജ പാട്ട് പാടില്ല എന്ന്. ഏറ്റില്ല. വല്യമാമ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയാനും പോയില്ല. എന്താ സാർ ഇത്? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞാൻ സാറിനോടൊരു കഥ പറയാം. പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ള ഒരു നായർ തറവാടാണ് പശ്ചാത്തലം. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. ആ മരണം കാത്തു കഴിയായിരുന്നു അമ്മ 2ാം കല്യാണത്തിന്. വരനില്ലത്തെ കാര്യസ്ഥൻ. പിന്നീടുള്ള കാലം സാധാരണ കഥകളിലേതുപോലെ തന്നെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രണ്ടാനച്ഛൻ്റെ ശാപവാക്കുകൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മകനെ കൊണ്ട് ഇല്ലത്തെ പുറംപണി ചെയ്യിക്കാനായിരുന്നു അങ്ങേർക്ക് താല്പര്യം. എന്നിട്ടും പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായി. കാലം എത്ര അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് ദൈവം ട്രഷറിയിൽ ഒരു ഗുമസ്തപ്പണി തന്നു. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴും ഇല്ലവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല. ആ ഇടയ്ക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു അത്യാഗ്രഹം കടന്നുകൂടി. 85 വയസ്സുകാരൻ തിരുമേനിയുടെ ഭാര്യയായിട്ട് ഉത്തരത്തമ്പുരാട്ടി ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലന്ന് തോന്നിയത് സഹതാപം. എന്തിയടി അമ്പിയാഷൻ സാറ്? ചേട്ടന് ഉറക്ക കേസ് വല്ലതുവാണെങ്കിൽ ഒരു കടലാസ് എഴുതി തന്നേരെ. പുള്ളിക്കാരൻ ഉണരുമ്പോ കൊടുത്തേക്കാം. പറയാനുള്ള പരാതി എവര് പറഞ്ഞോളും. നീ അയാളെ പള്ളി ഉറക്കത്തിന്ന് ഉണർത്ത്. കിഷോറിന്റെ അച്ഛാ, കിഷോറിന്റെ അച്ഛാ. കിഷോറിന്റെ അച്ഛനെ കൊച്ചിനെ ഒന്ന് പിടിച്ചേ. ഏത് കിഷോറിന്റെ അച്ഛനാണ്? എന്തരവളെ? അയ്യോ എന്റെ ഭർത്താവേ, ഇനി ഇയാൾ എന്നെ വിട്ട് പോന്നിട്ട് 3 മാസേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും വലിയ കൊച്ചിനെ പറ. നീ എന്ത് ജന്ത് പാടി വീട്ടിൽ കയറി അനാവശ്യം പറയുന്നു. നിനക്ക് എന്തോ വേണം? എനിക്കെന്തോ വേണമെന്നോ? അയ്യോടാ, ഈ നിൽക്കുന്ന കോന്ന പോലീസുകാരോട് ജോലി എനിക്ക് എന്തോ വേണമെന്ന് അയാൾ പറഞ്ഞു തരും. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടി എനിക്ക് 2 മക്കളെയും തന്നിട്ട് 6-7 പെണ്ണുങ്ങളുടെ പുറത്തേറ്റോടെ നിന്നോട് താമസം അറിയാവോ? ഈ ചെകുത്താനോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞെ? മാന്യന്മാർക്ക് ഇവിടെ തലയുർത്തി കിടക്കണ്ടേ? ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? പാപ്പച്ച അങ്ങനെ ആളാവണ്ട. അതാണ് എനിക്ക് നല്ലത്. അല്ല സാറിപ്പോ എന്ത് പറയുന്നു? ഇവിടെ പൊറക്കുന്നു, അത് ഇവളുടെ കൂടെ പോകുന്നു. ചേട്ടൻ ഇപ്പൊ എങ്ങും പോകുന്നില്ല. ചെല്ലും വിളിയില്ലാത്ത ഈ വീട്ടിലെ ദൈവം തമ്പുരാൻ കൊണ്ട് തന്ന വിളക്കാ എനിക്ക് അങ്ങേരെ. അത് ശരി. അപ്പൊ വിളക്കെ ഇയാൾ എന്റെ കൂടെ വരുന്നുണ്ടോ? എനിക്ക് രണ്ടിലൊന്നും അറിയണം. അയ്യോ, എന്റെ 2 മക്കളെ എടുത്തുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം വന്നതിന് എനിക്ക് ഇത് തന്നെ വേണം. എനിക്ക് ചേട്ടൻ പോവാ? അല്ലടി കായ. എന്റെ പൊന്നു മോളെ, എന്റെ അച്ഛൻ വിട്ടിട്ട് പോയി മോളെ. നമുക്കിനി ആരുമില്ലേ? അയ്യോ, ഇങ്ങോട്ട് നോക്കിയേ. ഇയാളെ ഞാൻ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതേ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനല്ല. നാളെ എന്റെ ഈ പെങ്കൊച്ചിനെ ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിടുമ്പോ തന്തയായിരുന്നു വെച്ചാൽ കാണിച്ചു കൊടുക്കാനാ. പിന്നെ നിന്റെ ഈ പെങ്കൊച്ചും പ്രായം തികഞ്ഞ് വരികല്ലേ. ഇങ്ങനെയുള്ള ആളൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് നീ കൂലിപ്പണി ചെയ്ത് ഒറ്റയ്ക്ക് മക്കളെ വളർത്തി ജീവിക്കുന്ന. വാവുഞ്ഞ ഇശി നാളായി നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് ഇരിച്ചിട്ടേ സന്ദർഭം ഒത്തു കിട്ടിയില്ല. രാധയുടെ കാര്യ. ആ ചായപ്പീടിക്കാരൻ ശങ്കരൻ നായരെ കുറച്ച് നാൾ മുമ്പ് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ അപ്പക്കുട്ടൻ നായരുടെ വായിൽ നിന്നും ചിലത് കേട്ടു, ശിവനെയും രാധയും ചേർത്ത്. ഇക്കാര്യത്തില് നിന്റെ അഭിപ്രായം എന്താ? അമ്മാമ ഈ കാര്യം ശിവൻകുട്ടി സാറിനോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല. അപ്പക്കുട്ടൻ നായർ ചോദിച്ചപ്പോ സമ്മതം മൂളിന്ന് അറിഞ്ഞത്. ജാതിയും മതവും ഒന്നും ഇനിയുള്ള കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. ശിവൻകുട്ടി സാറിന്റെ തറവാടിന്റെ സ്ഥിതി എന്താന്നാ കുട്ടി വിചാരിച്ചിരിക്കണേ? പൂർവ്വപിതാമഹന്മാരുടെ കാലം തൊട്ടേ ജന്മികളാ. രാധയുടെ ഭാഗ്യം. ഇതങ്ങോട്ട് കഴിഞ്ഞാ നിന്റെ പേർക്കും ചിലത് നോക്കണുണ്ട്. വിധവാ വിവാഹം ഒരു പുതിയ കാര്യമൊന്നും അല്ല നമ്മുടെ സമുദായത്തിലും. വേണ്ട വല്യമ്മ, ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഞാൻ കഴിഞ്ഞോളാം. അവിവേകാണ് പറയുന്നതെങ്കിൽ മാപ്പാക്കണം. ഉത്തരയും ഗിരിജയും അപ്പക്കുട്ടൻ നായരും ഒക്കെ കൂടി പറഞ്ഞപ്പോൾ എനിക്കും അതങ്ങനെ അങ്ങോട്ട് തോന്നി. രാധയുടെ മംഗല്യക്കാരിയാ. ശിവൻകുട്ടിയായിട്ട് അവക്ക് അങ്ങനെ ഒരു ആശ കൊടുത്ത സ്ഥിതിക്ക്
ഇനി രാധയുടെ കഴുത്തിലൊരു മംഗല്യം കെട്ടി കൂടെ കൊണ്ടുവയ്ക്കൂടെ? വല്യമാവ, സഹതാപം കൊണ്ടോ ഔദാര്യം കൊണ്ടോ അല്ല. താലി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രാധയല്ല, ഉത്തരെ. ഉത്തരയാണ് എനിക്കിഷ്ടം. എന്നെ പരിഹസിക്കുക അല്ല, സത്യമാണ്. രാധയും ഗിരിജയും എനിക്കെൻ്റെ അനുജത്തിമാരെ പോലെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനം. സംശയിക്കണ്ട. പുണ്യം കിട്ടും, ഈ മനസ്സിന് 100 പുണ്യം കിട്ടും. പക്ഷെ ശിവൻകുട്ടിയുടെ വീട്ടുകാരെ... ഉത്തരയുടെ പഴയ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലുള്ളവർ വന്ന് കാണട്ടെ. സാവകാശത്തില് ഞാൻ എല്ലാവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട കുട്ടി, കളവ് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് വേണ്ട. ശീലിച്ചിട്ടില്ല, അതുകൊണ്ടാ. ഇല്ലത്തുള്ള ഒരു കളവ് പറയണ്ട. എല്ലാം ഞാൻ ശരിയായിക്കോളാം. ഇതാരും അറിയണ്ട. വെച്ച് നീട്ടിട്ട് ഇനിയും പിൻവലിച്ച എന്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. വല്യമാമ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്. ശിവൻകുട്ടി സാറിന്റെ വീട്ടിൽ നിന്നാ. ആ, വരിക വരിക, ഇരിക്കുക. ശിവൻകുട്ടി എവിടെ? അല്ല, സാറ് പാലക്കാട്ടറ്റം പോയിരിക്കുക. വല്യമാമ അറിഞ്ഞില്ലേ? ടോമിയുടെ അമ്മയും പെങ്ങളും വന്നിരുന്നു. അവരെയും കൊണ്ട് പാലക്കാട്ട് പോയിരിക്കുക. ആ, വരുന്ന കാര്യത്തിന് പിന്നെന്തേ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? അവന്റെ കത്ത് കിട്ടിയ വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇവിടുത്തെ ഉദ്യോഗം മതിയാക്കി അങ്ങ് പോന്നോളൂ എന്ന് എഴുതാൻ ഒരുങ്ങിയതാ. അവൻ ഇങ്ങനെ ഈ മലമൂട്ടി കിടന്ന് നരകിച്ച് ചെലവിനുണ്ടാക്കേണ്ട കാര്യമൊന്നും ദൈവം സഹായിച്ച് ഇപ്പൊ ഞങ്ങളുടെ തറവാട്ടിനില്ല. ഇത് ശിവന്റെ പെങ്ങളും അളിയനുമാ. ഇവരങ്ങ് ദുബായിലാ. കഴിഞ്ഞ ആഴ്ചയാ വന്നത്. 2 ആഴ്ചത്തെ അവധിയെ ഞങ്ങൾക്കുള്ളൂ. അവന്റെ അമ്മയുടെയും ഇവരുടെയും നിർബന്ധം കൊണ്ടാ ഞാൻ പിന്നെ വന്നു കളയാമെന്ന് വെച്ചത്. ശിവൻ സാറ് അമ്മാവന്റെ കാര്യം എപ്പോഴും പറയും. അങ്ങനെ പറയാൻ വഴിയില്ല. അവന്റെ മട്ടും പ്രകൃതവും എനിക്ക് തീരെ രുചിക്കില്ല. നിങ്ങൾ അറിയോ, മാനവും മര്യാദയുള്ള 3 ജോലി കളഞ്ഞിട്ടാ ഇവിടെ വന്ന് ഈ കൃഷി ഓഫീസറുടെ പണിയെടുക്കണേ. ആദ്യം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ കോളേജ് ലെക്ചറർ, 3ാമത് അതിലും കേമം സബ് ഇൻസ്പെക്ടർ. ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് നടന്നതിന്റെ 4ാം പക്കം സീനിയർ എസ്ഐക്കിട്ട് അടിയും കൊടുത്തിട്ട് പോന്നു. ഇവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇറങ്ങിത്തിരിക്കാറുള്ളതല്ല. പിന്നെ പെങ്ങടെ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോ പോരാന്ന് വെച്ചു. എന്നാ പിന്നെ കാപ്പി എടുക്കാൻ പറയാല്ലേ? രാധേ, കാപ്പി. ആ, ഇതാണ് പെൺകുട്ടി. ഇങ്ങന്നോളൂ. രാധ ഈ കവിത എഴുതുന്നു പറഞ്ഞ? അതെ. ആ, എത്ര വരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ഒരു ദിവസം എത്ര കവിത എഴുതും? അങ്ങനെയൊന്നുമില്ല. പേനയും പേപ്പറും ഒത്തു കിട്ടുകയാണെങ്കിൽ ഒരു 10-20 എണ്ണം വരെ എഴുതും. എന്താ ജന്മനക്ഷത്രം? കാർത്തിക. ആ, കാർത്തിക. ശോഭയ്ക്കും രാധാകൃഷ്ണനും എങ്ങനെ? പെണ്ണിനെ പിടിച്ചോ? അമ്മ തന്നുവിട്ടതാ. കുട്ടിയെ ഇഷ്ടയച്ച കുട്ടിക്ക് തരാൻ വേണ്ടി. അമ്മയ്ക്ക് കാണാൻ കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടി തന്നുവിടണം. അല്ല, അത് കൈ നീട്ടി കൊടുക്കൂട്ടി. നാത്തൂന് ആദ്യമായിട്ട് തരണ സമ്മാനല്ലേ? ഓരെന്തേ കാട്ടണേ? എടുത്തു വിട. വല്യമ്മ എല്ലാം കണ്ടോണ്ട് മിണ്ടായിരിക്കണ കണ്ടില്ലേ? കുട്ടി മിണ്ടാണ്ട് ഇവിടെ നിന്നാ മതി. നമ്മള് മൂത്ത കുട്ടിയുടെ മംഗല്യാണ്. ആ, അത് നിശ്ചയിച്ചോ? ആ ഭർത്താവ് മരിച്ച കുട്ടിയുടെ? ഉത്തരേ, ഇങ്ങോട്ട് വരിക. അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത്... ചുരുക്കത്തിൽ തിരുമേനി പറഞ്ഞു വരുന്നത്, ശിവൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കയറിയ ആദ്യത്തെ അവന്റെ ഭാര്യ ഈ കുട്ടിയെ ഇറക്കി വിടാന്നുള്ളതല്ലേ? നിങ്ങളുടെ സമുദായത്തിൽ ഒരാൾക്ക് 2-3 മേള് കഴിക്കാമല്ലോ. മുതലും പണമുള്ള അത്തരം നമ്പൂതിരിമാർ വല്ലയിടത്തും ഉണ്ടോ എന്ന് അന്വേഷിക്കായിരുന്നില്ലേ? കുട്ടി പൊക്കോളൂ. നോക്കട്ടെ. നന്നായിരിക്കണം.
ഒക്കെ നല്ലത് തന്നെ എടുത്തേ. പക്ഷെ ഈ അമ്മാവനെ എങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ചിട്ടാ. അപ്പോ ശിവൻകുട്ടി വരുമ്പോ പറഞ്ഞേക്കൂ, സൗകര്യം ഒത്തുകിട്ടേ ഒന്ന് വീട്ടിലെത്താൻ വരാൻ. വരട്ടെ. ശരി. ഇറങ്ങുക. കുട്ടി എവിടേക്കാ? ട്യൂഷൻ എടുക്കാൻ പോവാ. നോക്കൂ, കുട്ടി അവർക്ക് നന്നായി ബോധിച്ചിരിക്കണോ? അല്ല, എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? അത്രയ്ക്ക് ഉഗ്ര അഭിപ്രായല്ലേ ആ തടിയൻ അമ്മാവനോട് ഞാൻ തട്ടിവിട്ടത്. ഭയങ്കര ബുദ്ധിയാണ്, ഭക്തിയാണ്, കവയിത്രിയാണ്. ഇതിനൊക്കെ ചെലവേണ് കേട്ടോ.